ഹലോ ഗൈസ്, നമുക്കിന്നൊരു നൂഡിൽസിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു ഉള്ളീൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗ മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിടുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് കുറച്ച് കരിഞ്ഞു പോയി, കുറച്ചെന്നല്ല കുറച്ചധികം കരിഞ്ഞു പോയി. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടിയാണ് ഇടുന്നത്. അതൊന്ന് നമ്മുടെ ഉള്ളിൽ മൊത്തമായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു പേരിന് മാത്രം മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്ലേവർ ഉണ്ടാവും. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഞാൻ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ടായിരുന്നു ഉണ്ടായത്. ഇപ്പോഴാണ് ഞാനൊന്ന് ഓണാക്കിയത്. അത് ഓണാക്കിയതോടെയാണ് തോന്നുന്നു എൻ്റെ എല്ലാ സാധനങ്ങളും കരിഞ്ഞു പോയത്. ഇനി നമുക്ക് മാഗിയുടെ മസാല ഇട്ട് കൊടുക്കാം. അതൊരു പാക്കറ്റ് 2 പാക്കറ്റാണ് ഉണ്ടാവുക. അതിലൊരു പാക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹാഫ് ഇട്ട് കൊടുത്താൽ മതി. ഞാനാക്കിയത് കുറച്ച് കുറച്ചധികം കരിഞ്ഞു പോയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ ഐറ്റം വരുന്നത്, മുട്ട. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നൂഡിൽസേ പോയിട്ടോ. കരിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓണാക്കിയിട്ട് ആ മുട്ടയെല്ലാം നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം കുറച്ചധികം ബൾക്കായിട്ട് നൂഡിൽസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ട 3 മുട്ട എന്നൊക്കെ ആയിട്ട് എടുക്കാം. കരിഞ്ഞു പോയ ഭാഗം കുറച്ച് സൈഡിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ട നല്ല രീതിയിൽ ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ മസാലേൻ്റെ ഒപ്പം മിക്സാക്കി എടുക്കുക. ഇത്രയാവുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു മണം വരും. ആ മണം വരുമ്പോൾ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പ് എല്ലായിട്ടും പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ മിക്സാക്കുക, അല്ലെങ്കിൽ എല്ലാം വേറെ വേറെ ആയിപ്പോകും. ഇങ്ങനെയാണ് കേട്ടോ സംഭവം ഉണ്ടാവുക. ആ സമയം ഞാൻ ഇതിൻ്റെ പകുതിയും തിന്ന് തീർത്തു. അപ്പം അതാ വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആ നൂഡിൽസ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതേ പാത്രത്തിൽ തന്നെ കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നും. അതെനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പൂണിലുള്ളതും എല്ലായിടത്തും ഉള്ള ആ ഒരു മസാല നമ്മൾ ഈ വെള്ളത്തിലേക്ക് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ നൂഡിൽസ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറ്റാത്തൊരു കാര്യം. പക്ഷെ ഞാൻ നിന്നു ഗൈസ്, വെയിറ്റ് ചെയ്തു. ഇത്രയും വെന്തിട്ടുണ്ടാവണം കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിലുള്ള സാധനം ഇതിനകത്തേക്ക് തട്ടിയതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗിയുടെ മസാല ഞാൻ ഒന്നും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലായിട്ടും നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, എൻ്റെ അടുത്ത് ഇല്ലത് കൊണ്ട് ഞാൻ ഒഴിച്ചു എന്നേ ഉള്ളൂ. വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. ഗൈസ്, ഇതിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത്. നല്ല സൂപ്പി ആയിട്ടുള്ള നൂഡിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ ഗ്യാസ് ഓഫാക്കി വെക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന്